സ്കൂള് തുറക്കുമ്പോ ബാഗും കുടയും വാങ്ങിക്കണം, എന്റെ കയ്യിൽ പണമില്ല. വേറൊരു സഹോദരി പറയുന്നത് ഭർത്താവ് കിടപ്പിലായിട്ട് കാലങ്ങളായി, ഭാര്യയായി എനിക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, ഭർത്താവിനെ പരിചരിക്കണം, എന്റെ മക്കള് പട്ടിണിയിലാണ്. അപ്പോ റോഡിനേക്കാൾ കുടിവെള്ളത്തേക്കാൾ ഏറ്റവും വലുത് മനുഷ്യനാണ്. ആ ഒരു വിശ്വാസമാണ് ഈ 5 വർഷം ഉണ്ടായത്. സൽമാനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചെയ്തു. എങ്ങനെയാ നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത്? നമ്മൾ സ്വപ്നത്തിൽ നിന്നല്ല, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിവിടെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. പാലിയേറ്റീവ് തുടങ്ങിയിട്ട് എന്റെ വാർഡിലെ ഒരു SC കുടുംബത്തിൽ ഒരു വീട്ടിൽ പോയപ്പോ നെടുങ്ങോട്ടൂരുള്ള ബിന്ദു ന്യൂസ് പറയാ, സിസ്റ്റർ പറയാണ്, മാഷേ ആ വീട്ടില് അടുപ്പിൽ ഒരു ക്യാരറ്റ് കിടന്ന് തിളക്കുന്നുണ്ട്, അടുക്കളയിൽ ഒന്നുമില്ല, ചെറിയൊരു കൂരയിൽ സ്റ്റോർ റൂം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ വീട്ടിലല്ലേ നമ്മൾ സ്റ്റോർ റൂം ഉണ്ടാക്കുന്നത്, സ്റ്റോർ റൂം ഉണ്ടാവില്ല. അവിടെ വീതനയും അടുക്കളയും ഭക്ഷണം വെക്കുന്ന അടുപ്പും ഒക്കെ ഒരു ചെറിയ ഒരു തുരുത്ത്, ഒരു ചെറിയ ഭാഗമായിരിക്കും. എന്തെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ 3 നേരം സുഭിക്ഷമായിട്ട്, 3 നേരമല്ല, രാത്രി കിടന്നാൽ നമ്മുടെ ആദ്യം എന്താ, രാവിലെ എനിക്ക് ചായക്ക് എന്താ ഉണ്ടാക്കാന്ന. രാവിലെ ചായ കുടിച്ചാൽ അടുത്ത ചോദ്യം ഇനിയിപ്പോ ഉച്ചയ്ക്ക് എന്താ കറി വെക്കാനും ഉപ്പേരി വെക്കാനും എന്താ വാങ്ങിക്കേണ്ടതാ. പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം 4 മണി ചായക്ക് ഇനി എന്താ ഉണ്ടാക്കാന്നാണ്. 4 മണി ചായ കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക ഇനി രാത്രി ഭക്ഷണത്തിലേക്ക് എന്താ വേണ്ടെന്ന. സുഭിക്ഷമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാതെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. വീടിനകത്ത് ശരിക്കൊന്ന് ഒരു മാന്യമായി കഴിക്കാവുന്ന ഭക്ഷണം പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പാലിയേറ്റീവിൽ 40 കുടുംബങ്ങൾക്ക് ഇപ്പോ മാസം ഭക്ഷണം അതുകൊണ്ട് ആവില്ല അവർക്ക്, പക്ഷെ ഒരു സഹായം. ഇങ്ങനെ പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഇങ്ങനെ കേൾക്കുമ്പോ അതെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഒരു സഹോദരി എന്റെ അടുത്ത് പഞ്ചായത്തിൽ വന്നിട്ട് പറയാണ്, ഒരു ചേച്ചി 70,000 റുപ്യ വേണം മാഷെ. എന്തിനാന്ന് വെച്ചു, എന്റെ വാൽവ് മാറ്റാനാ, കുറച്ചു കാലമായി പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ആരും അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് ആളുകൾ പറയാണ് ഇവിടെ വന്നാ അത് കിട്ടുമെന്ന്. ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് തിരിച്ച് ഒന്നുമില്ല, ഇവിടെ അത് ഞങ്ങളെ പണിയൊന്നുമല്ല, വല്ല റോഡൊക്കെ ആണെങ്കിൽ ചെയ്തരാ എന്ന് പറയുന്നതല്ല നമ്മുടെ വികസനം. എന്താണോ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രശ്നം, ആ പ്രശ്നം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഭരണം.